PSC വോയിസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 174/24 LGSന്റെ 4ാം ഘട്ട ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 174/24. ഒന്നാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 1931 നവംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1924 എന്താണ് നടന്നത്? വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ? 1924 വൈക്കം സത്യാഗ്രഹമാണ്. 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നടക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. നീലം കൃഷിക്കാർക്ക് വേണ്ടി 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആര് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയാണ് അല്ലേ? പിന്നെ 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരവും ഖേദ സമരവും നടക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം എന്നാണ് ചോദിച്ചെങ്കിൽ അതിന്റെ ഉത്തരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരമാണ്. പിന്നെ നിസ്സഹകരണ സമരം നടക്കുന്നത് 1920 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഏതാണ് ആ നിയമം? റൗലത്ത് നിയമമാണ് അല്ലേ? റൗലത്ത് നിയമത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങിയ ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ പഞ്ചാബ് അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ ഒത്തുചേർന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ് 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ആ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലത്ത് നിയമം 1919. ഇനി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാ? ജനറൽ റെജിനാൾഡ് ഡയർ ആണ് അല്ലേ? ആ സമയത്ത് പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു? പഞ്ചാബിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന റെജിനാൾഡ് ഡയർ ആണ് അല്ലേ? ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ജാലിയൻവാലാബാഗ് യോഗം നടന്നത്? ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA ആരാണ് ആരംഭിച്ചത്? ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദുമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനുമായിട്ട് ബന്ധമുള്ളത്. ബന്ധമില്ലാത്തത് ഉദ്ധം സിംഗിനാണ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നല്ലേ? 1930, 31, 32 എന്നീ 3 വർഷങ്ങളിലും വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തത് അംബേദ്കർ ആണ് അല്ലേ? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? അത് 2ാം വട്ടമേശ സമ്മേളനമാണ് അല്ലേ? 1931. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക്? ഡോക്ടർ BR അംബേദ്കർ. ബന്ധമില്ലേ? ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് തന്നെ BR അംബേദ്കർ ആണ് അല്ലേ? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. ജവഹർലാൽ നെഹ്റു. ബന്ധമുണ്ടല്ലേ? എന്താണ്? സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയന്റെ നേതാവായിരുന്നു. പിന്നെ ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയത് അല്ലേ? അപ്പൊ ബന്ധമില്ലാത്തത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം അത് മൗലിക അവകാശമായിരുന്നു. എന്നാൽ ഇപ്പോഴത് എന്താണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒരു നിയമാവകാശം മാത്രമാക്കി മാറ്റി. അപ്പൊ 2 വരില്ല. 3 ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. ശരിയാണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം റിട്ട് അല്ലേ? അതും കറക്റ്റാണ്. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം. ശരിയാണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പൊ ഇവിടെ 2 ഒഴിച്ച് ബാക്കി എല്ലാം ശരിക്കും മൗലിക അവകാശങ്ങൾ പെടുന്നതാണ്. അപ്പൊ 2 ഉള്ളത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഇതിൽ കറക്റ്റായിട്ടൊരു ഉത്തരവില്ല. എന്നാലും നമുക്ക് ഓപ്ഷൻ D മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് കൊടുക്കാം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനാകില്ല. എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഇപ്പൊ നമുക്ക് മൗലിക അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കാം. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ ചുമതല എന്താ? നിയമനിർമ്മാണമാണ് അല്ലെ? പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. അപ്പൊ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്?
എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ജുഡീഷ്യറിയാണ്, നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് എക്സിക്യൂട്ടീവ് അല്ലെ. ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പിലാക്കുന്നു, ജുഡീഷ്യറി നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനമാണ് വിളിച്ചു ചേർത്തത് അല്ലെ. 1903 SNDP സ്ഥാപിച്ചു, ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു, അതും കറക്റ്റ് ആണ് അല്ലെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. അതിന്റെ നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? 1930 വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് അല്ലെ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാണ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്ര ഭോജനമാണ് ചോദിക്കുന്നതെങ്കിൽ അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ചോദിച്ചത് എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിനാ, അച്ചുകൂടം എന്തിനാ എന്നൊക്കെ ചോദിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു അല്ലെ. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീലിനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ബ്രസീലിനാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആര്? ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? അനുരാഗ് കുമാര ദിസനായകെ. ഓപ്ഷൻ എ കണ്ടോ, അദ്ദേഹമാണ് ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റ്. അതിന് തൊട്ടു മുൻപ് 9ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ റെനിൽ വിക്രമസിംഘ കേട്ടോ. റെനിൽ വിക്രമസിംഘയാണ് ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി തൊട്ട് നിലവിലുള്ളത് ആരാണെന്നും പഠിക്കണം, അതിന് തൊട്ടു മുമ്പ് ആരാണെന്നും പഠിക്കണം കേട്ടോ. അപ്പൊ ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരാഗ് കുമാരയാണ്, തൊട്ടു മുമ്പത്തത് റെനിൽ വിക്രമസിംഘയാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇതൊക്കെ ആരുടെയാണ്? VP മേനോന്റെയാണ് അല്ലെ. VP മേനോൻ. നാട്ടുരാജ്യ സംയോജനം ആരായിരുന്നു? നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലേ. നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന മലയാളിയാണ് VP മേനോൻ. ചേരുംപടി ചേർക്കുക. ഭിലായി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് അല്ലെ, റഷ്യയുടെ സഹായത്തോടെയാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, കറക്റ്റ് ആണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ. ഇതെല്ലാം ശരിയാണല്ലോ, ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഭിലായിയും ബൊക്കാറോ ബി കൂട്ടിയുള്ള രണ്ടും റഷ്യയുടെയാണ്. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. ഭിലായി എവിടെയാണ്? ഭിലായി ഛത്തീസ്ഗഡിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അത് ഓർത്തു വെക്കുക. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെന്റർ. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെന്ററിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് അല്ലേ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP നിലവിൽ വന്നത് 1986 രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ്. നമ്മളൊക്കെ പഠിച്ച 10+2+3 അതാരുടെയാണ്? DS കോത്താരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അല്ലെ. ഓപ്ഷൻ എ നോക്കിയേ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. DS കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന പാറ്റേൺ വിദ്യാഭ്യാസത്തിൽ നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത്. പിന്നെ ഫസൽ അലി എന്തിനായിരുന്നു? 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മീഷന് രൂപം നൽകി. അതിന് ചെയർമാനായിരുന്നു ഫസൽ അലി. ആ ഫസൽ അലിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? മലയാളി ആരായിരുന്നു? സർദാർ KM പണിക്കരാണ്.
ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25. ലോക ഫുട്ബോൾ ദിനം മെയ് 25. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം നമ്മൾ നേരത്തെ പഠിച്ചു, ആരായിരുന്നു? ബ്രസീലാണ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത്? അപ്പൊ നമ്മൾ ഈ കണക്കൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോലെ 8 ഡിഗ്രി 4 താഴെ, പിന്നെ മുകളിൽ 37 ഡിഗ്രി 6, പിന്നെ 68 ഡിഗ്രി 7, 97 ഡിഗ്രി 2, 5. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകളൊക്കെ ശരിയാണ്. പക്ഷേ ഈ കിഴക്കും വടക്കും ഒക്കെ ഒന്ന് നോക്കിയേ. 8 ഡിഗ്രി 4ഉം 37 ഡിഗ്രി 6ഉം എവിടെയാ വരേണ്ടത്? അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ് അല്ലേ. അതുപോലെ രേഖാംശം ആണെങ്കിലോ കിഴക്കാണ് വരുന്നത്. അപ്പൊ സി ആണല്ലേ. 68 ഡിഗ്രി 7ഉം കിഴക്ക് മുതൽ 97 ഡിഗ്രി 2, 5 കിഴക്ക് വരെയാണ്. അപ്പൊ കിഴക്കും വടക്കും ഒക്കെ ഓർത്തു വെച്ചോണം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ബിയും ഡിയുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏത്? യുദ്ധഭൂമിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് സിയാച്ചിനാണ്. എന്നാൽ ഭൂമിയുടെ മേൽക്കൂര എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് പാമീർ ആണ് അല്ലേ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? പടിഞ്ഞാറ് പാകിസ്ഥാൻ. ഓക്കെ, പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് നേപ്പാൾ, കിഴക്ക് ഭൂട്ടാൻ, തെക്ക് കിഴക്ക് ഭൂട്ടാൻ. തെക്ക് കിഴക്കല്ല, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഭൂട്ടാൻ വരുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി നമ്മൾ ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും എന്നൊക്കെയാണ് തിരിക്കുന്നത്. എന്നാൽ ഹിമാലയം എന്താണ്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പൊ ഹിമാലയമാണ് ഇവിടെ ഒറ്റയാൻ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജസ്ഥാനിലെ ബാമീർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ശരിയാണ്. 2 മൺസൂൺ കാലമാണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കാലവുമാണ് അല്ലേ. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴയൊക്കെ ഉണ്ടാകുന്ന കാലവർഷം, ഹിപ്പാലസ് വിൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലേ. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്നറിയപ്പെടുന്ന, ഒക്ടോബർ ഹീറ്റ് എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം. അപ്പൊ ബിയും ശരിയാണ്. സി, ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ വൈശാഖി. അത് തെറ്റാണ്. കാരണം വരണ്ട കാറ്റാണ് കേട്ടോ. അപ്പൊ ശൈത്യകാലത്തല്ല ഈ കാൽ വൈശാഖി. അപ്പൊ ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഡി, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. അതും ശരിയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത്? ഓക്കെ, അക്ഷാംശം 8 ഡിഗ്രി 18 വടക്ക് മുതൽ 12 ഡിഗ്രി 48 വടക്ക് വരെ. ഇവിടെ വടക്ക് ശരിയാണ്, കണക്കും ശരിയാണ്. രേഖാംശം വരുമ്പോൾ കിഴക്കാണ് പറയേണ്ടത് അല്ലേ. 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 കിഴക്ക് വരെ. അപ്പൊ കേരളത്തിൻ്റെതും പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലമ്പാത. തമിഴ്നാടിനെയും കേരളത്തെയും പശ്ചിമഘട്ടത്തിന്റെ അവിടെ യോജിപ്പിക്കുന്ന ആ ഒരു ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് അല്ലെ. പാലക്കാട് ചുരമാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഉത്തരം പാലക്കാട് ചുരം. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഓക്കെ, കല്ലടയാർ, കടലുണ്ടി, ഇതിൻ്റെ ഒന്നും നീളം നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കേരളത്തിലെ നദികൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. അതിന് 244 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വരുന്ന ഭാരതപ്പുഴയാണ്, 209 കിലോമീറ്റർ ഉണ്ട്. പിന്നെ പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ. ഈ 5 നമുക്കറിയാം അല്ലേ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ ആ ഒരു ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും അല്ലേ. അത് കഴിഞ്ഞ പിന്നെ ചെറിയുള്ള നദികളാണ് ഈ കടലുണ്ടിയും കല്ലടയാറും ഒക്കെ കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലെ നദികളിൽ ആദ്യത്തെ 5 പഠിച്ചു വെച്ചോണം. ഏറ്റവും വലുത് പെരിയാർ, രണ്ടാമത്തേത് ഭാരതപ്പുഴ, മൂന്നാമത്തേത് പമ്പ, നാലാമത്തെ ചാലിയാർ, 5 ചാലക്കുടിപ്പുഴ. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ, നെയ്യാർ. ഇതിൽ നെയ്യാർ മാത്രം തിരുവനന്തപുരത്താണ്. ബാക്കി 3 നദികളും കാസർഗോഡ് ഒഴുകുന്ന നദികളാണ്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ് അല്ലേ. കൊല്ലം മുതൽ കോഴിക്കോട് വരെ പോകുന്ന ദേശീയ ജലപാത 3. ദേശീയ ജലപാത 1 ആണെങ്കിലോ അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. ദേശീയ ജലപാത 2 സാദിയ മുതൽ ദുബ്രി വരെയാണ്. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ദേശീയ ജലപാത 4 കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. ദേശീയ ജലപാത 5 തൽച്ചാർ ടു ധാമറയാണ്. അപ്പൊ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ ഏതാണ്? അത് നാഷണൽ വാട്ടർവേ 3 ആണ്.
കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ: ശബരിഗിരി പത്തനംതിട്ട ശരിയാണ്, ഇടുക്കി പദ്ധതി ഇടുക്കി ശരിയാണ്, കുറ്റിയാടി പദ്ധതി കോഴിക്കോട്, സിയാൽ പദ്ധതി എറണാകുളം. അപ്പോൾ എല്ലാ വൈദ്യുത പദ്ധതികളും ജില്ലകളും ശരിയാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ? ശബരിഗിരിയും ഇടുക്കിയും കുറ്റിയാടിയൊക്കെ ജലവൈദ്യുത പദ്ധതിയാണ്. പക്ഷെ സിയാലിൽ എന്താ ഉള്ളത്? സോളാർ ആണല്ലേ. അപ്പോൾ അത് മാത്രമാണ് വ്യത്യാസമുള്ളത്. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ തന്നിരിക്കുന്ന സൂചനയിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കത് ഏതാണ്? ചിന്നാറാണ്. പിന്നെ ചിന്നാറിൽ സംരക്ഷിക്കുന്നത് ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളെയാണെന്ന് നമുക്കറിയാം. ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആര്? വാർഡ് മെമ്പറാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ നടന്നു? എറണാകുളത്താണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത്. കൊച്ചിയിലായിരുന്നു. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ കതിർ ആപ്പ്. അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? പഞ്ചായത്ത് രാജ്, അത് വെച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചത്. രാജീവ് രഞ്ജൻ സിംഗ്. പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ. ഇതിനു മുമ്പും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചോണം. 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം മെർക്കുറി, ബുധനാണ് അല്ലേ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഖവ്വാലി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഒരാളേ ഉള്ളൂ, ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലേ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടെയാണ്? ഗാന്ധിജിയുടേതാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസ താരം മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രമാണ് 800. ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടി അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. അപ്പൊ 2023 എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഓർക്കുന്നില്ലേ? 2023 G20 നടന്നത് ഇന്ത്യയിലാണ് അല്ലേ. 2024 ബ്രസീലാണ്. 2025 നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലുമാണ്. മറക്കരുത്, 2023 ഇന്ത്യയിലായിരുന്നു, 2024 ബ്രസീൽ, 2025 സൗത്ത് ആഫ്രിക്ക. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ധമനി കറക്റ്റ് ആണ്, പക്ഷെ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ സിരയാണ്. ശ്വാസകോശ സിര ശുദ്ധരക്തവും ശ്വാസകോശ ധമനി അശുദ്ധരക്തവുമാണ്. അപ്പൊ ബിയും സിയുമാണ് ശരി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അടയ്ക്ക് എപ്പോഴും പഠിക്കുന്നതാണല്ലേ. ADEK ഫാറ്റ് സോലുബിൾ ആണ്. ബിയും സിയും വാട്ടർ സോലുബിൾ ആണ്, ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ബിയും സിയും വാട്ടർ സോലുബിൾ അല്ലേ. അപ്പൊ ബിയും സിയും ഒഴിവാക്കിയാൽ എയും ഡിയും കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K ഇത് 4ഉം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക്. പേര് കേട്ടാൽ തന്നെ അറിയില്ല, ജ്വാലാമുഖി. പച്ചമുളകിന്റെ ഇനമാണ് ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ഫിറമോൺ അതിന് ഉദാഹരണമാണ് ബോംബിക്കോൾ. ഇണകളെ ആകർഷിക്കാൻ വേണ്ടി പെൺപട്ടുനൂൽ പുഴുക്കൾ പുറത്തുവിടുന്ന ഒരു ഫിറമോണിന്റെ പേരാണ് ബോംബിക്കോൾ. ഇണകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു സെക്സ് ഫിറമോൺ ആണ്. ഇണകളെ ആകർഷിക്കാൻ പെൺപട്ടുനൂൽ പുഴു പുറത്തുവിടുന്ന ഫെറമോണിന്റെ പേരാണ് ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം. എക്സിറ്റു എന്ന് വെച്ചാൽ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്തെടുത്തു കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതാണ് അല്ലേ. അപ്പൊ ബൊട്ടാണിക്കൽ ഗാർഡൻ ചെടികൾ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് വെച്ച് നമ്മൾ സംരക്ഷിക്കുകയാണ്. അപ്പൊ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. വേറെ ഏതൊക്കെയാ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്? ജീൻ ബാങ്കുകളൊക്കെ ഉദാഹരണമാണ് കേട്ടോ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്?
COVID-19 ആർക്കായിരുന്നു 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയത്? ഡ്രൂ വീസ്മാൻ, കാറ്റലിൻ കരിക്കോ എന്നിവർക്കാണ്. ഡ്രൂ വീസ്മാൻ, കാറ്റലിൻ കരിക്കോ ഇവരെന്താണ് ചെയ്തത്? COVID-19 mRNA വാക്സിൻ വികസിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. COVID-19 വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി mRNA വാക്സിൻ വികസിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം നടത്തിയതിനാണ് ഡ്രൂ വീസ്മാനും കാറ്റലിൻ കരിക്കോയ്ക്കും 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു നിപ്പ വൈറസ് തന്നെയാണല്ലേ പറയുന്നത്. നിപ്പ വൈറസ് രോഗമാണ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ് അല്ലേ, ഫോമിക് ആസിഡ്. അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിനെഗർ ആണ്. ലാക്റ്റിക് ആസിഡ് എന്ന് വെച്ചാൽ പാലിലും തൈരിലൊക്കെ ഉള്ളതാണ് അല്ലേ. സിട്രിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങയിലൊക്കെ ഉള്ളതാണ് സിട്രിക് ആസിഡ്. ഓക്കെ. താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ചാലനം, സംവഹനം, അഭിവഹനം ഒക്കെയാണ് അല്ലേ. അപ്പൊ ചാലനം, സംവഹനം ശരിയാണ്. വികിരണം നമ്മൾ സൗരവികിരണം, ഭൗമവികിരണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതും ശരിയാണ്. വിസരണം തെറ്റാണ്. താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഇവിടെ വിസരണമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? പിച്ചള, സിങ്കാണ് കേട്ടോ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമേത്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയർ ആണ്. ലാവോസിയർ ആണ് ആദ്യമായിട്ട് മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നത് അല്ലേ. പിന്നെ മെൻഡലീവ് എന്താണ്? മൂലകങ്ങളെ മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചു അല്ലേ. എന്താ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെൻഡലീവ് ആണ്. പക്ഷെ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മോസ്ലി ആണ് അല്ലേ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മോസ്ലി എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. ഓക്കെ. പിന്നെ ന്യൂലാൻഡിന്റെ എന്തായിരുന്നു? ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് ആണ് അല്ലേ, ഒക്ടേവ്സ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3 ആണ് അല്ലേ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നതും ഇന്ത്യയാണ്. സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ക്ഷയം, ട്യൂബർക്ലോസിസ് ആണ് അല്ലേ. അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ. എലിപ്പനി എന്താ? ലെപ്റ്റോസ്പൈറോസിസ് ആണ് അല്ലേ. ഡെങ്കിപ്പനി, വൈറസ്. മലമ്പനി, മലമ്പനി ഉണ്ടാവുന്നത് പ്ലാസ്മോഡിയോ ആണ് അല്ലേ. മലമ്പനി പരത്തുന്നത് ഏതായിരുന്നു? അനോഫിലസ് മോസ്കിറ്റോസ് ആണ് അല്ലേ. മലമ്പനി അനോഫിലസ് മോസ്കിറ്റോ ആണ്. തൊട്ടടുത്ത് നോക്കിയേ, മന്ത് രോഗം പരത്തുന്ന കൊതുക്, മന്ത് ഏതാണ്? ക്യുലക്സ് മോസ്കിറ്റോ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? കോളറ, ടൈഫോയിഡ്, മീസൽസ്, മഞ്ഞപ്പിത്തം. വായുവിലൂടെ പകരുന്ന രോഗം മീസൽസ് ആണ് കേട്ടോ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. ലോകത്ത് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആരായിരുന്നു? ജോണസ് സാൽക്ക് ആണ് അല്ലെ. ഓറൽ പോളിയോ വാക്സിൻ ജോണസ് സാൽക്ക് ആണ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. രക്തസമ്മർദ്ദം അളക്കുന്നതിന് ഉപകരണം ഏത്? ബി പി അളക്കുന്നത് എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ വെച്ചിട്ടാണ് അല്ലേ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോ മാനോമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. അങ്ങനെയാണ് പ്രമേഹം വരുമ്പോൾ പിന്നെ ഇൻസുലിൻ കുത്തിവെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് തെറ്റാണ് അല്ലേ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ശരിയാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ശരിയാണ്. സെൽ ഡിവിഷൻ നടന്ന് കൂടുതൽ കോശങ്ങൾ ഇങ്ങനെ പെരുകി അത് വേറെയുള്ള കലകളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ. അത് തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. 9ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിലുള്ളതാണ്. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി എന്താണ്? മരണത്തിന് ശേഷം അവയവങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പദ്ധതി മൃതസഞ്ജീവനിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്
അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് മലയാളിയായ PR ശ്രീജേഷ്. പിന്നെ സഞ്ജു സാംസണൊക്കെ ക്രിക്കറ്റ് ആണ് അല്ലെ. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിം ആയിരുന്നു ആട്ടം സംവിധാനം ചെയ്തിരിക്കുന്നത് ആനന്ദ് ഏകർഷിയാണ് കേട്ടോ. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയാണ് മികച്ച ഫീച്ചർ ഫിലിം ആയത്. കാന്താര സിനിമയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയായിരുന്നു മികച്ച നടനായത്. മികച്ച നടി നിത്യ മേനോനും മാനസി പരേഖുമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് മലിനജലത്തിലൂടെയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S സോമനാഥ്. അതിനു മുമ്പായിരുന്നു K ശിവൻ അല്ലേ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മലയാളിയായ S സോമനാഥ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 80 GK ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്